ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ പിസ്സയുടെ ബേസൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇത് അതിന് പകരമായിട്ട് പിസ്സയുടെ ബേസ് ഒരു ബാറ്റർ രൂപത്തിലാക്കിയിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗളിലോട്ട് 2 കപ്പ് ഇളം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് തൊട്ടാൽ നമ്മുടെ കൈ നേരെ ചൂടുണ്ടാവില്ലേ, ആ രീതിയിലുള്ള വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് ബാറ്ററിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സയുടെ ബേസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് ചേർക്കുമ്പോൾ. പിന്നെ 1/2 ടീസ്പൂണ് ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങളടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളെ ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ പൊടി കുറേശ്ശെ ചേർത്തിട്ട് ഒരു ബാറ്റർ രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫുള്ളും മൈദയും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്, നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മുടെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് 2 മണിക്കൂർ നമുക്കൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സൻ്റെ ബേസിന്മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ പിസ്സയുടെ ബാറ്റർ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഈ കയ്യിലുമേൽ ഞാൻ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്തൊക്കെ അധികം ഒന്ന് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്റർ നല്ലോണം പൊങ്ങി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പിസ്സ എങ്ങനെ ആക്കിയെടുക്കാൻ നോക്കാം. പാന് നല്ലോണം ചൂടായിട്ടിരിക്കുകയാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പാൻ്റെ സൈസൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അധികം തിക്കാക്കാതെ ഒരു മീഡിയം തിക്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ ബാറ്റർ എന്നിട്ട് എല്ലായിടത്തും ഒരേ മാതിരി ആകുന്ന രീതിയിൽ നമുക്കൊന്നിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാറ്റർ ഞാൻ ഒരേ ലെവലിൽ ഒരേ തിക്കിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മൂടി വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് കുക്കായി വരണം, മുകൾ ഭാഗം ഒന്ന് പാകമായിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പാകമായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ താഴത്തെ ഭാഗം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടണം. അപ്പോൾ അതിന് മുന്നേ ഒലീവ് ഓയിൽ നല്ലോണം ഒന്ന് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും നമ്മളെ പിസ്സൻ്റെ ബേസ്. ഇതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ സൈഡ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിസ്സൻ്റെ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആവശ്യത്തിന് സോസ് ചേർത്ത് കൊടുക്കുക.
ഇപ്പോൾ നല്ലോണം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചിപ്പോൾ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കണം. ബാക്കി നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കാം. അതേ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിസ്സേൻ്റെ ടോപ്പിങ്ങിൽ വെക്കാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒനിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ, റെഡ് ക്യാപ്സിക്കം. ഇത് നമുക്ക് ആവശ്യത്തിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അധികം ചേർത്ത് കൊടുക്കണ്ട, അത്യാവശ്യം വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് ഒലീവ്സ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പിസ്സയ്ക്ക് നല്ല ടേസ്റ്റാണ് ഒലീവ്സ് ഇടുമ്പോൾ. ഇനി നമുക്ക് ബാക്കി മൊസറല്ല ചീസും ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ചീസ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് ആയിട്ടുള്ള ഒറിഗാനോ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മതിയിട്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ഒന്നും കൂടി ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതിൻ്റെ ചീസൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ താഴെ ഭാഗമൊക്കെ കറക്റ്റ് നമുക്ക് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ പിസ്സ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പിസ്സ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ചീസൊക്കെ മെൽറ്റായി നല്ല കറക്റ്റ് പാകമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.